പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ എവൻഗേലിയോൻ ധ്യാനിക്കുവാനായിട്ട് മുൻകൂട്ടി തന്നെ കർത്താവ് ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും ശക്തിയും നൽകിയതിന് കർത്താവിന് നന്ദി പറയാം. ഒപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന 4-ാമത്തെ ഞായറാഴ്ച, ആ ഞായറാഴ്ചയുടെ സന്ധ്യാവായനകളും ഒപ്പം തന്നെ പ്രഭാതത്തിൻ്റെ എവൻഗേലിയോനും പഴയ നിയമ കുർബാനയ്ക്കുള്ള പഴയ നിയമ വായനകളും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രിയമുള്ളവരെ പുതിയ നിയമത്തിലെ കുർബാനയുടെ ലേഖനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇപ്രകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പത്രോസ് 3:17 മുതൽ 22 വരെ വാക്യങ്ങളാണ് പൊതുവിനെഴുതിയ ലേഖനം. വിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ലേഖനമാണ്. 3-ാമത്തെ അധ്യായം 17 മുതൽ 22 വരെ വാക്യങ്ങൾ. പൗലോസ്ലീഹ എഴുതിയ ലേഖനമാണ് എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ശുദ്ധമുള്ള ഏവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെ വാക്യങ്ങളാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇപ്രകാരം ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് ഈ വേദപുസ്തക ധ്യാനം ഏറെ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വസിക്കുന്ന ദൈവത്വമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഞങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ആരാധനയിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ ഞങ്ങൾ നിത്യമായി യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് പിതാവിൽ വസിക്കുന്നവരാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ബോധം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടുത്തെ കാവലും കൂട്ടും കോട്ടയും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ ആർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുവോ അവരെല്ലാവരെയും, ആരൊക്കെ ഈ സുവിശേഷം കേൾക്കുവാനും കാണുവാനും ഇടയാകുന്നുവോ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കണ്ടുപോകുന്നവരാകാതെ കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് പോകുന്നവരാകുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ലേഖനം 1 പത്രോസ് 3:17 മുതൽ 22 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പീഡനങ്ങളോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആദിമ ക്രിസ്ത്യാനികൾ ഒത്തിരി പീഡനങ്ങൾ വിജാതികളുടെ കയ്യിൽ നിന്നും ശമരിയക്കാരുടെ കയ്യിൽ നിന്നെല്ലാം ജാതികളുടെ കയ്യിൽ നിന്നെല്ലാം ആണ് അവർ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ദുഷ്പ്രവൃത്തി ചെയ്യുമ്പോഴല്ല സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞെരുക്കങ്ങൾ അനുഭവിക്കണമെന്നാണ് ദൈവഹിതമെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേദവാക്യമാണ് 119-ാം സങ്കീർത്തനം 71-ാമത്തെ വാക്യം. കഷ്ടതകൾ എനിക്ക് ഉപകാരമായി, എന്തെന്നാൽ അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. ഹല്ലേലൂയ. എന്നിട്ട് പത്രോസ്ലീഹായും പറയുകയാണ്, നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരായിട്ട് പീഡനം അനുഭവിക്കുമ്പോഴല്ല സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഷ്ടതകൾ ഞെരുക്കങ്ങൾ അനുഭവിക്കണമെന്നാണ്. നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകണമെന്നാണ് ദൈവഹിതമെങ്കിൽ. നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് നല്ലത് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സങ്കടങ്ങളും കഷ്ടതകളൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ഉണ്ടാകണമെന്നുള്ളത് ദൈവഹിതമാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിന്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്,
ദൈവം നമ്മളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ പിൻപറ്റുന്നതെന്ന് അറിയാൻ ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറഞ്ഞത് നമ്മളെക്കുറിച്ചും പറയുവാൻ. എന്താണ് ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറഞ്ഞത്? നിന്റെ കരം, ദൈവത്തോട് സാത്താൻ പറയുകയാണ്, നിന്റെ കരം അവൻ്റെ മേൽ സംരക്ഷണമായി നിൽക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ തള്ളി പറയാത്തത്. അപ്പം ദൈവത്തോടു കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കഷ്ടതയുടെ ചൂളയിലേക്ക് വിട്ടുകൊടുക്കും. എന്ന് പറഞ്ഞാൽ പ്രഭാഷകൻ്റെ പുസ്തകം അല്ലെങ്കിൽ ബാറാസീർ എന്ന് പറയുന്ന പുസ്തകം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറാസീർ എന്ന് പറയുന്നു, POC ബൈബിളിൽ പ്രഭാഷകൻ എന്ന് പറയുന്നു. ആ പുസ്തകത്തിന് 2-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? മകനെ, നീ ദൈവഭക്തിയോട് അടുത്തിരിക്കുന്നുവെങ്കിൽ സകല കഷ്ടതകൾക്കും നിന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരെയോ കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ തിരിച്ചറിവ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകിരിക്കണം. കഷ്ടപ്പാട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. അത് പാപം വഴി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറണം. അറിവില്ലായ്മ കൊണ്ട് ഒക്കെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാട്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനമില്ലാത്തതുകൊണ്ട്, പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ തോന്നലിലൊക്കെ ചെന്ന് നമ്മൾ ഒരുപാട് ദുരിതങ്ങളിൽ ചാടിയിട്ടുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കണം. നമ്മൾ വിശുദ്ധീകരണത്തിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധരായി തീരണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ആ ക്രിസ്തുവിനോളം നമ്മൾ വളർന്നോ എന്നറിയാൻ നമുക്ക് കഷ്ടതയുടെ ഒരു ചൂള തന്നെ ഒഴുക്കി വയ്ക്കുമെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ പറയണം. അതുകൊണ്ട് എന്താണ് പറയേണ്ടത്? പത്രോസിലെ പറയുകയാണ്, അതാണ് ദൈവഹിതമെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ ദൈവത്തോട് സമീപിക്കുവാൻ തക്കവണ്ണം പാപികൾക്ക് വേണ്ടി നീതിമാനായ മിശിഹായും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു പ്രാവശ്യം മരിച്ചു. അവൻ ശരീരപ്രകാരം മരിക്കുകയും ആത്മാവിൽ ജീവനുള്ളവരായിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്താ പറയുന്നത്, കഷ്ടതയുടെ ചൂളയിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. നമ്മൾ ചില സമയത്തൊക്കെ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് ചിന്തിക്കേണ്ട. ഒത്തിരി നന്മകൾ നമ്മൾ പ്രവർത്തിച്ചു പോകുമ്പോഴും നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടി മെല്ലെ ചാഞ്ചക്ക മാറ്റുന്ന സ്നേഹം, ആ സ്നേഹമാണ് ദൈവമെന്ന് പാട്ടെഴുതിയ ഒരു മനുഷ്യനെ, ഒരു വിശുദ്ധനായ ഒരു മനുഷ്യനെ ഈ അടുത്ത നാളിൽ കാണുവാനിടയായി. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെയൊക്കെയാണോ ദൈവം? നമ്മളൊക്കെ ഒരുപാട് കഷ്ടതയിലാണല്ലോ പോകുന്നത്, ഇദ്ദേഹത്തെയൊക്കെ തോളിലിട്ട് താരാട്ട് പാടുകയാണല്ലോ എന്നാണ് ഞാൻ ഒക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷേ ആ മനുഷ്യനെ പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം വലിയൊരു എന്താ പറയുന്നത് ചാനലിൻ്റെ, സുവിശേഷ ചാനലിൻ്റെയൊക്കെ ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് അവരൊക്കെ. പക്ഷേ അദ്ദേഹം നിൽക്കാനുള്ള ആരോഗ്യമില്ല, നടക്കാനുള്ള ആരോഗ്യമില്ല. പ്രത്യേകം സജ്ജീകരിച്ച ഒരു ട്രോളി, ഒരു സ്ട്രെച്ചറിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഭിത്തിയിൽ ചാരി നിർത്തുകയാണ്. ആ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് മണിക്കൂറുകൾ പ്രസംഗിക്കും. കിടക്കുമ്പോൾ ഈ വാഹനം അത് ക്രമീകരിച്ചിട്ടുള്ള ഒരു വാഹനത്തിലാണ് കിടന്നാണ് യാത്ര. അങ്ങനെ ശാരീരികമായി തലതൊടങ്ങി ഉള്ളംകാൽ വരെ വേദനിക്കുകയും ബലവുമില്ലാത്ത ഒരു മനുഷ്യനാണ് ആ പാട്ട് എഴുതിയത്. അദ്ദേഹത്തെ കണ്ടപ്പോഴാണ്, ആ പാട്ട് അദ്ദേഹം എഴുതിയാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറി. ഞാൻ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. കാരണം മനുഷ്യൻ വിശുദ്ധരാകുമ്പോഴാണല്ലോ ഇതൊക്കെ സന്തോഷമായിട്ട് കാണാൻ കഴിയുന്നത്. വിശുദ്ധരാകുമ്പോഴാണ് സന്തോഷമായിട്ട് കാണാൻ കഴിയുന്നത്. പ്രൊവിഡൻസ് ഹോമിൽ
സിസ്റ്റർ മേരി ലിറ്റിയുടെ ആ വിശുദ്ധയായ മദർ മരണപ്പെട്ട ഒരു മദറാണ്. അവരുടെ ഒരു സ്ഥാപനങ്ങളാണ് ദൈവപരിപാലന ഭവൻ. അപ്പോൾ അവരുടെ സിസ്റ്റർമാർ തെരുവിൽ നിന്ന് കിട്ടിയ എടുത്തു വളർത്തിയ ഒരു കൊച്ചിൻ്റെ, ഇന്ന് അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്, അവൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഈ അടുത്ത ദിവസം യൂട്യൂബിൽ കേൾക്കാനിടയെ. 2 കൈ തോളോട് വെച്ചില്ല, ജന്മന ഇല്ല, 2 കാല് അരയ്ക്ക് താഴെയിട്ടില്ല. അദ്ദേഹം പറയുന്നത്, എന്നെ ഏതെങ്കിലും ഒരു മൃഗം ഭക്ഷിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഈ സിസ്റ്റർമാർ ദൈവമായി വന്ന് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. ഇന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് വലിയൊരു കോളേജിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ദിവസപാട്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളെല്ലാം വിട്ടുപോയി. ആ മേഖലയിൽ നിന്നൊക്കെ അദ്ദേഹം ഒരുപാട് മുന്നോട്ട് പോയി. കാരണം പ്രിയമുള്ളവരെ, ഇതുപോലുള്ള അഗ്നിശോധനകൾ നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്ന് പറയുകയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇനി ഞാൻ എന്ത് പറയേണ്ടു? ഗദവോൻ, ബാരാക്ക്, ശിംസോൻ, നപ്താഹ്, ദാവീദ്, ശമൂവേൽ എന്നിവരെക്കുറിച്ച് ശേഷം ദീർഘദർശിമാരെക്കുറിച്ചും വിവരിപ്പാൻ എനിക്ക് സമയം പോരാ എന്ന് പറയുകയാണ്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ ജയിച്ചു, നീതി പ്രവർത്തിച്ചു, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. വലിയ പോരാട്ടം നടത്തി അവരൊക്കെ വിശ്വാസ വീരന്മാരായെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. നമ്മൾ ആ ഭാഗം നമ്മൾ ഇതിനു മുമ്പും ശുശ്രൂഷയിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, കഴിഞ്ഞ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള തുടർച്ചയായിട്ടുള്ള പ്രസംഗത്തിൽ നമ്മൾ ആ ഭാഗം കേട്ടതാണ്. എങ്കിലും നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. എന്ത് പറയണം? ഇത്രയും വിശ്വാസവീരന്മാരായ ആളുകളെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്ന് പറയുകയാണ്. ഈ നപ്താഹ് അല്ലെങ്കിൽ ഇബ്താഹ് എന്നൊക്കെ പറയുന്ന മനുഷ്യനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം രാജാവായിരുന്നു. അദ്ദേഹം യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവത്തോട് വാഗ്ദത്തം നിറവേറ്റി പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഞാൻ യുദ്ധം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ജയാളിയായിട്ടാണ് വരുന്നതെങ്കിൽ നീ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ എന്നെ എതിരേൽക്കുന്നത് എന്തോ, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് എന്തോ, അത് നിനക്ക് സമർപ്പിക്കുമെന്നാണ്. അത് നിനക്ക് സമർപ്പിക്കും. എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലുള്ള പ്രസംഗത്തിൽ ആ ഭാഗം ഉള്ളതാണെങ്കിലും ഒന്നുകൂടി പറയുകയാണ്. അദ്ദേഹം യുദ്ധം ജയിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക മകൾ, ആണും പെണ്ണുമായിട്ടുള്ള ഒരേ ഒരു മകൾ, വേറെ മക്കളില്ല, ആ കുട്ടിയാണ് ഓടിച്ചെന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്വീകരിക്കുന്നത്. ഇദ്ദേഹം അയ്യം വിളിച്ചു, അയ്യോ മകളെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. ആ മകൾ അപ്പനോട് പറഞ്ഞു, അപ്പാ, ഇസ്രായേലിലെ കന്യകകളുടെ ഒരു വ്രതത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ദിവസങ്ങൾ ഒരു മലയിൽ പോയി ധ്യാനിച്ച് വരട്ടെ, വന്നു കഴിയുമ്പോൾ നീ നേർച്ച നിറവേറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൻ സ്വന്തം മകളെ ആ നേർച്ച നിറവേറ്റി എന്നുള്ളതാണ്. വിശ്വാസവീരന്മാർ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഇതാണ് വിശ്വാസ വീരന്മാർ പാടിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ എവൻഗേലിയോനിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സന്ധ്യാവായനയുടെ എവൻഗേലിയോൻ, പ്രഭാതത്തിൻ്റെ എവൻഗേലിയോനൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോനിലേക്ക് വരികയാണ്. എന്താണ്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെ വാക്യങ്ങൾ.
ശമരിയാക്കാരുടെ തിരസ്കരണമാണ് അതിൻ്റെ തലപ്പത്ത്. യേശുവിന് ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹം ചോദിച്ചു ശിഷ്യന്മാരെ വിട്ട്. അപ്പോൾ അവർ സമ്മതിച്ചില്ല. ആ ഭാഗമാണ് നമ്മളിവിടെ ഇന്ന് വായിക്കുന്നത്. അനന്തരം തൻ്റെ ആരോഹണ നാളുകൾ തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ദൃഷ്ടി വെച്ചു. താൻ ഈ ലോകം വിട്ടു പോകേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിയ നാളുകൾ, അതാണ് ആരോഹണ നാളുകൾ തികയാറായപ്പോൾ എന്ന് പറയുന്നത്. ജെറുസലേമിലേക്ക് പോകുവാൻ അവൻ കണ്ണുവെച്ചു, ദൃഷ്ടി വെച്ചു. അവൻ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവന് സ്ഥലമൊരുക്കുവാനായി ശമര്യരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവർ യെരൂശലേമിൽ പോകുവാൻ ദൃഷ്ടി വച്ചിരുന്നവനാകൊണ്ട് അവർ അവനെ കൈക്കൊണ്ടില്ല. യെരൂശലേമിലേക്ക് പോകാനായതുകൊണ്ട്. കാരണം എന്താ, യെരൂശലേമിലും ശമര്യക്കാരൊക്കെ തമ്മിൽ ശത്രുക്കളാണ്. ദൈവത്തിൻ്റെ ആളുകളാണ് അവരെല്ലാവരും. പൂർവ്വപിതാക്കന്മാരെ അവർ ശമര്യക്കാരും സ്വീകരിക്കുന്നുണ്ട്. യഹൂദ ഗണത്തിൽ 14 ജാതി ഉപജാതികളുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു കൂട്ടരാണ് ഇവർ. സാക്ഷാൽ ദൈവ ജനം എന്ന് പറഞ്ഞിരുന്നത് ഇസ്രായേലിനെയാണ്, യഹൂദരെയാണ്. പക്ഷേ ഇതെല്ലാം പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും മറിഞ്ഞൊക്കെ ആയിട്ട് ഈ 14 ഗണങ്ങളുണ്ട്. അതിലൊരു ഗണമാണ് ശമര്യ. പക്ഷേ ശമര്യ സ്ത്രീ യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ സമ്പർക്കമില്ലല്ലോ, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്നാണ്. അപ്പോൾ അത്ര വൈരാഗ്യമാണ് സത്യത്തിൽ ശമര്യക്കാർക്ക് യഹൂദരോടുള്ളതും. യഹൂദര് ശമര്യരെ നായെന്നാണ് ചിന്തിച്ചിരുന്നത്. അത്ര താഴ്ത്തിയാണ് അവരെ കണ്ടിരുന്നതെന്നൊക്കെ പണ്ഡിതന്മാർ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവർ യേശു യെരൂശലേമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടെ അത് നടപ്പായില്ല. അവർ വരണ്ട, അതിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനോടും അവനോട്, കർത്താവേ, ഏലിയ പ്രവർത്തിച്ചതുപോലെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് നിനക്കിഷ്ടമോ? യാക്കോബും യോഹന്നാനും യേശുവിനെ തിരസ്കരിക്കാൻ താല്പര്യം വച്ച, യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ ജനത്തെ ഏലിയ പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കിയതുപോലെ ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. എന്തായാലും ചോദിച്ചത് നന്നായി. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവർ പ്രാർത്ഥിച്ചാൽ അഗ്നി ഇറങ്ങുമെന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കാതെ എങ്ങും പ്രാർത്ഥിച്ച് അഗ്നി ഇറങ്ങിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ചിന്തിക്കുക. അത് താഴെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് അത്ഭുത സിദ്ധിയുണ്ടെന്ന് സ്വയം തോന്നിയാലും, എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് തോന്നിയാലും, അത് ബുദ്ധിയിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, തത്വചിന്തകളിലാകട്ടെ, ഏത് മേഖലയിലും, ശാസ്ത്രത്തിലാകട്ടെ, ഏത് കാര്യത്തിലും നമുക്കെല്ലാം കഴിയുമെന്നുള്ള ഊറ്റം നമ്മൾ കൊള്ളുമ്പോഴും, ഇനി ആത്മീയ മണ്ഡലത്തിൽ ആണെങ്കിൽ പോലും എന്ന് പറഞ്ഞത് ആത്മീയ ലോകത്ത് എല്ലാവരും പറഞ്ഞ എനിക്ക് സാധിക്കുമെന്നാണ്. എങ്കിലും അങ്ങനെ ചെയ്തോട്ടെ എന്ന്. എങ്ങനെ? മറ്റുള്ളവരെ ഉപദ്രവിക്കണാരല്ല പറഞ്ഞത്, ഒരു പ്രവൃത്തി ചെയ്തോട്ടെ എന്ന് ചെയ്യുന്നതിന് മുമ്പ് യേശുവിനോട് ചോദിക്കുന്നത് നല്ലതാണ്. കാരണം അത് വേണോ വേണ്ടയോ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് യേശു നമ്മളോട് സംസാരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, അത് അതിലേക്ക് പോകാനേ പാടില്ല, ചോദിക്കാനേ പാടില്ല. അല്ലാത്ത പ്രവൃത്തികൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, അത് ചെയ്യാനേ പാടില്ല. ഇവർ മറ്റുള്ളവരെ നശിപ്പിക്കാൻ, കാരണം ദൈവത്തെ സ്വീകരിക്കാത്തവർ ഭൂമിയിൽ വേണ്ട എന്ന്. നമ്മുടെ നാട്ടിലും ലോകത്ത് അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അവർ വിശ്വസിക്കുന്ന, അവർ ഏറ്റുപറയുന്ന ദൈവത്തെ അംഗീകരിക്കാത്തവരെ ഭൂമുഖത്ത് വേണ്ട. അങ്ങനെ അവർ പറയുന്ന ദൈവത്തെ അംഗീകരിക്കാത്തവരെ അവർ കൊന്നുകളഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ വളരെ പ്രതിഫലമുണ്ടെന്നൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർക്ക് വലിയ ആഡംബര ജീവിതങ്ങൾ, സുഖസൗകര്യങ്ങളൊക്കെ ജീവിതമുണ്ടെന്നാണ്. പക്ഷേ യേശു അങ്ങനെ പഠിപ്പിക്കുന്നില്ല.
യേശുവിനെ അംഗീകരിക്കാത്തവരെയും അംഗീകരിക്കുന്നവരെയും ഒരുപോലെ സ്നേഹിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. അത് താഴേക്ക് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. യാക്കോബും യോഹന്നാനും അവനോട്, കർത്താവേ, ഏലിയ പ്രവർത്തിച്ചതുപോലെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നതിന് കിട്ടുമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചുകൊണ്ട്, നിങ്ങൾ ഏതാത്മാവിനുള്ളവരെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദുഷ്ടാത്മാവും വരാം, ദൈവാത്മാവും വരാം. ഏതാത്മാവാണ് നമ്മളിലൂടെ സംസാരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിച്ചറിയണം. ഏതാത്മാവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിച്ചറിയണം. ഹല്ലേലൂയ. മനുഷ്യപുത്രനാകട്ടെ ആത്മാക്കളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം അവർ വഴിയെ പോകുമ്പോൾ ഒരുവൻ അവനോട്, എൻ്റെ കർത്താവേ, നീ പോകുന്നിടത്തേക്ക് ഞാനും നിന്നെ അനുഗമിക്കട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഏവൻഗേലിയിൽ നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ആരെയും നശിപ്പിക്കാനോ നമ്മൾ വചനം പറഞ്ഞിട്ടോ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്മ ചെയ്തിട്ട് തിന്മ ലഭിക്കേണ്ടി വന്നാലും ഒരാളെയും ന്യായം വിധിക്കുകയോ ശാസിക്കുകയോ അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചില ആളുകളിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് മനുഷ്യനെ കണ്ടാലും നീ ശത്രുവാണെങ്കിൽ പോലും ചിരിച്ച് സംസാരിച്ചോളണം. ഒന്ന് ചിരിക്കണതിന് എന്തോ കുഴപ്പം? ചിരിച്ച് സംസാരിച്ചോളണം, വിശേഷങ്ങളൊക്കെ ചോദിച്ചു കൊള്ളണം. പക്ഷേ ഇങ്ങോട്ട് പണിതാൽ അങ്ങോട്ട് പണിതിരിക്കണം. അങ്ങനെ പറയുന്ന ആത്മീയ നേതൃത്വത്തിലുള്ളവരെ പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അത് പാടില്ല. ചിരിക്കാൻ പറ്റില്ലെങ്കിൽ ചിരിക്കണ്ട, കൂട്ടുകൂടാൻ പറ്റില്ലെങ്കിൽ കൂട്ടുകൂടണ്ട. എതിരെ പണിയുന്നത് വലിയ അപകടം. തിരിച്ചറിവ് വേണം പ്രിയമുള്ളവരെ. ലോകം പറയും ചിരിച്ച മനുഷ്യനാണ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചവനാണ്, വലിയ സംഘാടകനാണ്, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ അകത്തേക്കൂടെ പണിതത് അത് ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അകത്തെ പണി നിർത്തുക. പുറത്ത് ചിരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എത്ര ചിരിച്ചിട്ടും ഇങ്ങോട്ട് ചിരിക്കുന്നില്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒന്നാമത്തെ ചിന്ത അതായിരുന്നു, ആർക്കും പണി കൊടുക്കാൻ ആഗ്രഹിക്കരുത്. ഇന്നവിട്ട് പണിയണമേ എന്ന് ദൈവത്തെ വിളിക്കുകയും ചെയ്യരുത്. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുക, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഈ എവൻഗേലിയോൻ നമുക്ക് തരുന്ന ചിന്ത ഇതാണ് പ്രിയമുള്ളവർ, യേശുവിൻ്റെ കൂടെ ശിഷ്യനാകാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ അനുഗമിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. യേശു പറയുകയാണ്, കുറുനരികൾക്ക് ഗുഹകളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ല. യേശുവിൻ്റെ കൂടെ വന്നാൽ കൃത്യമായ ഒരു സുരക്ഷിതത്വം നിനക്ക് കിട്ടില്ല. വഴിയരികിൽ കല്ല് തലയണയായി ഒക്കെ കിടക്കേണ്ട വരും. മാളമില്ല, സുരക്ഷിത സ്ഥാനങ്ങളൊന്നുമില്ല, പരസ്യമാണ്, ഒന്നുമില്ല. ഇത് വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ പണിത്, കൊട്ടാര സദൃശമായ കോടികളൊക്കെ മുടക്കി ആളുകളൊക്കെ വീട് പണിതിട്ട് അതൊക്കെ കൂദാശ ചെയ്യുമ്പോഴൊക്കെ ദൈവം തന്നതാണ്, ദൈവം സഹായിച്ചു ഇത്രയൊക്കെ ചെയ്യാൻ. കൂദാശ ചെയ്യുന്നവരൊക്കെ പറയും ദൈവം ഇത്രയും മനോഹരമായിട്ടൊക്കെ പണിയാൻ ദൈവം അനുവദിച്ചല്ലോ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓലക്കുടിൽ പോലും വെച്ച് കെട്ടാൻ സാധിക്കാത്ത ആളുകളും ഭൂമിയിലുണ്ട്. 1 സെൻറ്റ് ഭൂമി കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവനും ഭൂമിയിലുണ്ട്. അവനെ നോക്കിയിട്ട് യേശു പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നീ ആയിരിക്കും, ഞാൻ കിടക്കുന്നിടത്ത് നീ കിടക്കും. എനിക്ക് നീ പറയുന്ന, നീ ആഗ്രഹിക്കുന്ന യാതൊരു സൗകര്യങ്ങളും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോരുന്നവൻ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ ആരാഗ്രഹിച്ചാലും അവൻ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. അസൗകര്യമാണ്
അവൻ്റെ സൗകര്യം തിരിച്ചറിഞ്ഞുകൊള്ളുക. അസൗകര്യമാണ് അവൻ്റെ സൗകര്യം. രണ്ടാമത്തേത്, അവൻ കർത്താവെ, യേശു അവനോട് പറഞ്ഞു, ഒരുത്തനോട് പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരിക. വേറൊരുത്തനോട് പറയുകയാണ് യേശു, നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവനോട്, എൻ്റെ കർത്താവെ, ആദ്യമേ പോയി പിതാവിന് കബറടക്കം ചെയ്യുവാൻ എനിക്ക് അനുവാദം തരണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ കൽപ്പനയോടുകൂടിയുള്ള ഒരു നിയമമാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, മരിച്ചവരെ സംസ്കരിക്കുക. ഇപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ പിതാവിനോടുള്ള കടമകളെല്ലാം നിറവേറ്റി കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയുകയാണ്. ഇന്നും ചില ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അത് തീർന്നു കഴിഞ്ഞാൽ ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്ന് സാധിക്കില്ല. യേശുവിനോട് പറയുകയാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. എങ്ങനെയാണ് മരിച്ച ഒരാൾക്ക് മരിച്ചയാൾ അടക്കം ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് പാപത്തിൽ മരിച്ചിരിക്കുന്ന മനുഷ്യർ പാപത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അതിന് രണ്ടാമത്തെ ചിന്ത, അതിൻ്റെ ആദ്യമേ നീ ദൈവരാജ്യം, പാപത്തിൽ മരിച്ചവർക്ക് അടക്കം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇനി ആരും പാപത്തിൽ മരിക്കാതിരിക്കാൻ വേണ്ടി നീ മരിച്ചവനെ അടക്കുന്നതിനേക്കാൾ സ്പീഡിൽ, കാലങ്ങളും സമയങ്ങളും നോക്കിയിരിക്കാതെ പാപത്തിൽ ആരും മരിക്കാതിരിക്കാൻ നീ മുൻപേ പോയി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക. ഈ രണ്ട് ചിന്തകളാണ് വേദപണ്ഡിതന്മാർ ഇതിന് നൽകുന്നത്. ക്രിസ്തു രണ്ട് കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. പാപത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ പാപികൾ തന്നെ ലോകത്ത് ധാരാളമുണ്ട്. സുവിശേഷം പ്രസംഗിക്കാൻ ആളില്ല. അതുകൊണ്ട് നീ നിൻ്റെ ഉത്തരവാദിത്തങ്ങളാണെന്ന് പറഞ്ഞിരിക്കാതെ നിൻ്റെ പ്രധാനവുമായ ഉത്തരവാദിത്തം സുവിശേഷം അറിയിക്കുക, ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുക എന്നുള്ളതായിരിക്കട്ടെ എന്ന് പറയുകയാണ്. നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കാം എന്ന് പറഞ്ഞു. വേറൊരുവൻ അവനോട്, എന്നാൽ കർത്താവേ, ഞാൻ നിൻ്റെ പിന്നാലെ വരാം, എന്നാൽ ആദ്യമേ പോയി എൻ്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞു വെച്ച് വരുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. വീട്ടുകാരുടെ അനുവാദം കിട്ടിയിട്ട് വരാമെന്ന് പറയുകയാണ് ഇവൻ. ഒത്തിരി നടന്നതല്ലേ. ഇന്നവരെ ലോകചരിത്രത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പൂർണ്ണമായി യാത്ര ചെയ്യുവാൻ ഏതെങ്കിലും വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ ആദ്യമേ പോയി എൻ്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞും വെച്ച് വരുവാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, കലപ്പയിന്മേൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിന് വേണ്ടി ഉഴുത് വിത്ത് പാകാനാണ് നിന്നെ വിളിച്ചിട്ട് നീ കലപ്പ കെട്ടിയിരിക്കുന്നതെങ്കിൽ, നീ കലപ്പയിൽ കൈവച്ചിരിക്കുന്നതെങ്കിൽ നീ പുറകോട്ട് നോക്കുന്നത് യോഗ്യമല്ല. ഇന്നനേക ആളുകൾ ദൈവരാജ്യത്തിന് വേണ്ടി കലപ്പയിൽ കൈവച്ചു. സന്യാസിയാകാൻ, വൈദികനാകാൻ, സുവിശേഷകനാകാൻ ഈ കലപ്പയിൽ പിടിച്ചുകൊണ്ട് എപ്പോഴും ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കിയതുപോലെ പുറകോട്ട് നോക്കി ഉഴവ് നിർത്തിയവരുണ്ട്, വിധ നിർത്തിയവരുണ്ട്. പുറകോട്ട് നോക്കി ലക്ഷ്യം തെറ്റി ഏതെങ്കിലുമൊക്കെ കണ്ടെത്തിക്കിടെ അടിച്ചോടിച്ച് തീർക്കണവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ചിന്തകളും ഒരു വശത്ത് ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ തന്നെ മറുവശത്ത് സമ്പന്നനും അതിസമ്പന്നനുമാകണമെന്നുള്ള ഭയങ്കര ജാഗ്രതയും കൊതിയിലൂടെയാണ് സുവിശേഷ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾക്കും മക്കളുടെ കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാകാവുന്ന രീതിയിൽ വലിയ വലിയ സംരംഭങ്ങളെന്നാണ് പറയുന്നത്. കമ്പനികൾ ഒക്കെ ഒരു വശത്ത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് മറുവശത്ത് ഇതെല്ലാം ദൈവം തന്നതാണെന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ സുവിശേഷം യാതൊരു കെട്ടുപാടുകളുമില്ലാതെ പ്രസംഗിക്കുന്നതിലാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിരിക്കുന്നത്.
യാതൊരു കെട്ടുപാടുകളും ഇല്ലാതെ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ബന്ധനങ്ങളാകാതിരിക്കാൻ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾക്ക് ബന്ധനങ്ങളാകരുത്. എല്ലാ ബന്ധങ്ങളും യേശു ക്രിസ്തു വഴി പിതാവാം ദൈവം നൽകിയിട്ടുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്കില്ല. മറ്റൊരു സ്ഥലത്ത് യേശു പറയുന്നു, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ വസ്തുക്കളെയോ ഒക്കെ ഒന്നിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല എന്ന്. അതുകൊണ്ട് ഇവിടെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ ആരാണ്? അപ്പോൾ എല്ലാം ദൈവത്തിൽ നിന്നാണ്. എന്തും മനുഷ്യൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടല്ല സുവിശേഷ വേലയ്ക്ക് ഇറങ്ങേണ്ടത്. കർത്താവിന് വേണ്ടി നിലകൊള്ളുക. അപ്പോൾ കർത്താവ് നമുക്കുള്ളതിലെല്ലാം കൂട്ടിച്ചേർത്ത് തരും. അനേകർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു, അവരുടെ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെയൊക്കെ സാക്ഷ്യം, പ്രത്യേകിച്ച് വിജാതീയരായ മക്കളുടെ സാക്ഷ്യം, അവർ സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് ഉപദ്രവമേറ്റിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ട് ജീവൻ വെച്ചവരുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നത് 10-20 കൊല്ലങ്ങൾക്കു ശേഷം അവരൊക്കെ അറിയപ്പെടുന്ന വലിയ ദൈവാനുഗ്രഹമുള്ള സുവിശേഷകരായി മാറിയെന്ന് മാത്രമല്ല, അവരെ ഉപദ്രവിച്ചവരും അവരെ പീഡിപ്പിച്ചവർ സ്വന്തക്കാർ ബന്ധക്കാർ ഉൾപ്പെടെയുള്ളവർ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ്. സാധു സുന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള സുവിശേഷകരുടെ അനുഭവം, പൗലോസ്ലീഹായെ പോലുള്ളവരുടെ അനുഭവം, സ്വന്തക്കാരിൽ നിന്നൊക്കെ ഒരുപാട് പീഡ അനുഭവിച്ച ആളാണ് പൗലോസ്. പക്ഷെ പൗലോസിനൊക്കെ ആ വലിയ പ്രത്യാശയുണ്ടായിരുന്നു. ഇന്നിവരെന്നെ തള്ളിപ്പറഞ്ഞാലും കാട്ടൊലിവായ നിങ്ങളെ സ്വാഭാവിക ശാഖകളായ നാട്ടൊലിവിൽ നിന്ന് വെട്ടി കാട്ടൊലിവായി നിങ്ങളെ ഒട്ടിച്ചു ചേർത്തുവെങ്കിൽ സ്വാഭാവിക ശാഖകളോട് എത്ര കാരുണ്യം കാണിക്കും, എൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവാണ് നമ്മളെ വിളിച്ചത്, കർത്താവാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പിതാവിലേക്കുള്ള വഴിയിലാണ് നമ്മൾ, മാർഗത്തിലാണ് നമ്മൾ. അതുകൊണ്ട് ഈ വേദപുസ്തക വചനങ്ങളൊക്കെയും നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ പഴയ നിയമത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടതുപോലെ നല്ലൊരു പെസഹ, അതാണല്ലോ വിശുദ്ധ കുർബാന. അതാണ് വിശുദ്ധ കുർബാന. സീറോ മലബാർ സഭയുടെ, കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയുടെ കുർബാന ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ ഒരുമിച്ച് ഈ ബലി അർപ്പിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പെസഹ നമ്മുടെ വിശുദ്ധിയുടെ, പാപത്തിൽ നിന്ന് നമ്മൾ കടന്നു പോകുന്ന വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്ന യാത്രയിലാണ് ഈ ധ്യാനം. അതുകൊണ്ട് ഈ ഞായറാഴ്ച കൂടി നമുക്ക് ദൈവം ദാനമായി നൽകുന്നതിനെ ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞായറാഴ്ച ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലല്ലോ. നീ ഉണ്ടായില്ലെങ്കിൽ തന്നെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം, ഈ ധ്യാനം നമ്മളെ അതിന് സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ. നല്ലൊരു ധ്യാനമായി ഞങ്ങൾക്കിതിനെ കാണുവാനും ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, അനേകർക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് ഇത് ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ വിലയേറിയ പ്രേക്ഷിത ശുശ്രൂഷകൾ ഈ കൂട്ടായ്മയോടുകൂടി ചേർന്നുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച ഈ
ശനിയാഴ്ച ഇവിടെ 9 മണി, രാവിലെ 9 മണി തുടങ്ങി 1 മണി വരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ധ്യാനം നടക്കുന്നുണ്ട്. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കണം. നിങ്ങൾ അടുത്തുള്ളവരൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണം. 1 മണിക്ക് തീരത്തക്കവണ്ണമുള്ളതാണ്. ഒപ്പം തന്നെ അടുത്ത മാസത്തെ എല്ലാ ബുധനാഴ്ചയും ഇവിടെ വൈകുന്നേരം വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനകളും രോഗസൗഖ്യ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. സാധിക്കുന്നവരൊക്കെ കടന്നു വരണം. കൂടാതെ മാസത്തിലെ താമസിച്ചുള്ള ധ്യാനം വരുന്ന ജൂൺ മാസത്തിൽ 1-ാമത്തെ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ആരംഭിച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് തീരത്തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു. അതിലും പങ്കെടുക്കുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ ഒരുങ്ങണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.